എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അതുപോലെ നമ്മൾ കഴിച്ചിട്ടില്ലെന്ന് പറയാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ മുതൽ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പൊ നമ്മളൊരു വലിയ കാര്യത്തിന് ഇറങ്ങിയില്ലേ മധു? അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഭക്ഷണമൊന്നും ഒരു വിഷയമല്ല. അല്ല, ഒരു കാര്യം ഞാൻ ഇന്നലത്തെ നിങ്ങളുടെ ജീപ്പിലുള്ള യാത്രയും ഞാൻ കാണുകയുണ്ടായതാണ്. അതിന്റെ പുറകെ കുറച്ചു ദൂരം ഞാൻ വണ്ടി ഓടിച്ച് വരികയും ചെയ്തു. നന്നായി. ബൈക്കും മധുവിനെ ഞാൻ കണ്ടില്ല. കാരണം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ പ്രിയ രവീന്ദ്രൻ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, ഏഷ്യാനിലുണ്ടായിരുന്നു, ന്യൂസിലുണ്ടായിരുന്നു, ഏഷ്യൻ ന്യൂസിൽ. പ്രിയ എനിക്കൊരു വാട്സപ്പ് സന്ദേശം അയച്ചു ഇന്നലെ രാത്രിയിൽ ഒരു 11 മണിക്ക് എന്തോ അയച്ചിരിക്കുന്നത്. ആ സന്ദേശത്തില് അവർ ഏതൊരു ഫ്ലാറ്റിൽ, അവർ താമസ ഫ്ലാറ്റായിരിക്കാം, ആ ഫ്ലാറ്റിന്റെ 8ാമത്തെ 10ാമത്തെ ഫ്ലോറിൽ നിന്നുകൊണ്ട് അവരുടെ കുട്ടികൾ കൈയെടുത്ത് കാണിച്ചപ്പോൾ ഞാൻ തിരിച്ച് കൈ വീശിയത് അവർക്ക് വളരെ ഇഷ്ടമായി. ഒരു പടം അയച്ചിട്ടുണ്ട്. എന്റെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യങ്സ്റ്റേഴ്സിനെ നിങ്ങൾ കൂടെ കൂട്ടിയിട്ട് ഇതിന്റെ പുറകെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ഒന്നും നടക്കാൻ പറ്റില്ല. അപ്പം ആ രീതിയിൽ ഇത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. 40 വർഷമായിട്ടുള്ള ശരിക്കും ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലും അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ അതിനകത്ത് വേറൊരു കാര്യം കൂടെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആകാശവാണിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരത്ത് വരുന്ന കാലത്തിന് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇടുക്കിയിലേക്ക് പോയതാണ്. അപ്പം മൂന്നാറിലായിരുന്നു, ദേവികുളം. അപ്പം ആകാശവാണി ദേവികുളത്തായിരുന്നു. ആ സമയത്ത് ആകാശവാണിയിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ തൊട്ട് മുമ്പിൽ ഈ ഭക്തവിലാസത്തിന്റെ തൊട്ട് മുമ്പിൽ ഞാൻ താമസിക്കുന്നുണ്ട്. ആ കാലങ്ങളിൽ മിക്കവാറും ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരാളെ ഞാൻ കണ്ടു. അന്ന് മുതലുള്ള ഒരു സ്നേഹമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പിന്നീട് മൂന്നാറിൽ ദേവികുളത്തുണ്ടായിരുന്നപ്പോൾ ദേവികുളത്തുള്ള പല സമയങ്ങളിലും അവിടെ പല ആൾക്കാർക്കും ചെയ്ത സഹായങ്ങളെക്കുറിച്ച്, അവിടുത്തെ സോഷ്യൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ഞാൻ ചെല്ലുമ്പോൾ എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ അവിടുത്തെ അത് പറഞ്ഞപ്പോഴേ ഞാൻ അവിടെ ഈ അനൗൺസറെ കിട്ടാൻ വലിയ പാടാണല്ലോ ദേവികുളം മലയിൽ. അപ്പം തേനരുവിക്കരയാണല്ലോ ദേവികുളം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ പലയിടത്തും തെരഞ്ഞ് ഒരു വീട്ടിൽ നമ്മളൊരു അനൗൺസറെ കണ്ടുപിടിച്ചു, ഒരു പ്രോഗ്രാം അനൗൺസർ. അപ്പോൾ ആ കുട്ടി ഇന്ന് അനൗൺസ് ചെയ്തു, 3 ദിവസം കഴിയുമ്പോൾ മെച്ചപ്പെട്ടു, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം അവരുടെ വീട്ടുകാർക്ക് ഇതൊക്കെ അത്ഭുതമായി. ആ കുട്ടിയുടെ ശബ്ദം വീട്ടിൽ നിന്ന് പാടുന്ന റേഡിയോ കേൾക്കുന്നു. അപ്പോൾ അവർ ഇമ്പ്രസ്ഡായി. അപ്പോൾ ഒരു ദിവസത്തിലെ ഞാൻ അവരുടെ വീട്ടിൽ ചായ കുടിക്കാൻ ചെല്ലണമെന്ന് പറയും. അപ്പം ഞാൻ നിർബന്ധം സഹിക്കുക, ടൗണിൽ തന്നെയാണ്, ദേവികുളം ടൗണിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് ഞാൻ അങ്ങേക്ക് എന്താ തരേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ അങ്ങൊന്നും തരണ്ട, ആ കുട്ടിയെ തന്നല്ലോ, നന്നായിട്ട് അനൗൺസ് ചെയ്തിട്ട് മതി. ഇല്ല, ഞാൻ അങ്ങേക്ക് ഒരു 12 ഏക്കർ പുരയുടെ എഴുതി തരാൻ തീരുമാനിക്കുക. അങ്ങനെ ഒരു തഹസീൽദാരാ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇടുക്കി ജില്ലയിൽ ഈ പുരയുടെ എഴുതി കൊടുക്കാൻ ഒരു തഹസീൽദാർ വിചാരിച്ചാൽ മതി. ഞാൻ 12 ഏക്കറോ കൃഷി ചെയ്യാമല്ലോ, വല്ലപ്പോഴും പൈസയും തരണ്ട. അതാണ് എന്റെ അന്നത്തെ കാലമല്ല. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എഴുതി അവന്റെ ചങ്കിന് ഇടിച്ചു കൊടുക്കും. അല്ല, അന്നത്തെ കാലത്തുനിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരുപാട് പേര് വെട്ടിപ്പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പിന്നീട് പലപ്പോഴായിട്ട് എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഒപ്പം തന്നെയാണ് ഈ കാര്യം വെച്ച് കഴിഞ്ഞാൽ അക്രമത്തിനെതിരെ, അനീതിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ, ലഹരിക്കെതിരെ ഈ പറയുന്ന ലഹരി ആകാം. ഞാൻ എപ്പോഴും എല്ലാവരോടും നമുക്ക് ലഹരി ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ട് ലഹരി തന്നെ? ഞാൻ ചെയ്യുന്ന വർക്ക് ഓഫ് ആർട്ടിനകത്തിലും എഴുതുന്ന കഥകളിൽ എനിക്ക് ലഹരി ഉണ്ടാവാം. ഞാൻ അഭിനയിക്കുന്ന സിനിമകളിലോ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലോ ഞാൻ ഏതെങ്കിലും തരത്തിൽ പോയി ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മളൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാക്കിനകത്തുള്ളൊരു ലഹരിയുണ്ട്. അതായിരിക്കണം മനുഷ്യന് അൾട്ടിമേറ്റ് ആയിട്ട് ഉണ്ടാവേണ്ടത് എന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ സത്യത്തിന്റെയും നന്മയുടെയും വഴികളിൽ പോകുന്ന പ്രവൃത്തികൾ നമുക്ക് ലഹരി ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന അഴുക്ക് ചാലിൽ വീഴുന്ന ലഹരിയുണ്ട്. മനുഷ്യൻ ഒന്നാമത് കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന നിപ്പിൽ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ്. 2-3 ദിവസം നമുക്ക് ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമായിരിക്കും. ഇത് വലിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കണം, ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തെ ഏതോ തരത്തിൽ എൻകറേജ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്ന് തോന്നിപ്പിക്കണം. പക്ഷെ ആ തോന്നല് അക്ഷരാർത്ഥത്തിൽ തെറ്റാണെന്ന് 5-6 മാസം കഴിയുമ്പോഴേക്കും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നാണ്. അപ്പോഴേക്കും വീണു പോയിട്ടുണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു. ഞാൻ ഒരുപാട് മനുഷ്യരെ, ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. പല സ്കൂളുകളിൽ പോകുമ്പോഴും ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം നമുക്ക് ജീവിക്കാൻ ഒരു ജീവിതമേ ഉള്ളൂ, ഒറ്റ ജീവിതമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ആ ജീവിതം സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. കാരണം അച്ഛനമ്മമാരും അധ്യാപകരും ഒക്കെ തന്നെയാണ് നമ്മളെയൊക്കെ പഠിപ്പിക്കും. ഞാൻ എന്തുകൊണ്ട് ഏറ്റവും രസകരമായ ഒരു കാര്യമാണ്, ഒഴിമുറി എന്ന സിനിമ എടുക്കുമ്പോൾ ഈ തെക്കൻ തിരുവിതാംകൂറിന്റെ ഡയലക്ട്സ് ആണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഞാനത് അന്ന് മുതൽ എൻ്റെ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ ഞാൻ പറളിയിലാണ് പഠിക്കുന്നത്. ആ സമയത്ത് ഇവിടുന്ന് നമ്മുടെ ആറ്റിങ്ങൽ നിന്നുള്ളൊരു മാഷ് ഞങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ടിപ്പിക്കൽ തിരുവിതാംകൂർ സ്ലാങ് ആണ് പറയുക. അപ്പം ഞങ്ങൾ പാലക്കാട് ഭാഗത്തുള്ളവർക്ക് ഈ പറയുന്ന സ്ലാങ് ഒട്ടും
പരിചിതമല്ലാത്തൊരു സ്ലാങ്ങിലാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പം ഞാൻ എന്തിന് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പുള്ളി വളരെ വളരെ കൊളോക്കിയലായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ആ മനുഷ്യൻ പഠിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു ഗുണമുണ്ട്. ഞങ്ങൾക്ക് CV രാമൻപിള്ളയുടെ മാർത്താണ്ഡോർമ്മയിലെ നോൺ ഡീറ്റെയിലിൽ മലയാളം നോൺ ഡീറ്റെയിലിൽ സുഭദ്ര എന്ന് പറയുന്നൊരു സാധനം പഠിക്കാനുണ്ടായിരുന്നു. ആ ഭാഗം പഠിപ്പിക്കുമ്പോഴായിരുന്നു ഈ ഭാഷയുടെ സൗന്ദര്യം നമ്മൾ തിരിച്ചറിയുന്നതാണ്. അപ്പോൾ ഓരോ ഡയലക്ട്സിനും അതിൻ്റെതായ സൗന്ദര്യം. അത് അന്ന് മുതൽ 9ാം ക്ലാസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 9 മുതൽ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഭാഷ കേൾക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ ആ മാഷയാണ് ഓർത്തത്. അപ്പോൾ അന്ന് മാഷെ എന്തിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി എനിക്ക് കിട്ടുന്നത് ഇവിടെ എത്തുമ്പോൾ ഈ ഭാഷ എത്രത്തോളം മനോഹരമാണെന്ന് അറിയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അന്ന് മനസ്സിൽ കൊണ്ടു നടന്ന ലഹരിയായിട്ട് കൊണ്ടുവരുന്നത്. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഒരു പുതിയ വാക്ക് കേൾക്കുന്നു, പുതിയ വർത്തമാനം കേൾക്കുന്നു, ഒക്കെ ഉണ്ടാക്കുന്നൊരു കണ്ടോ, അത് പിള്ളേർ മറന്നു പോകുന്നുണ്ട് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഒരു കാര്യം കൂടി മധു,